പിതാവായ ദൈവത്തിൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ദൈവത്തിൻ്റെ വചനം വളരെ സൗമ്യതയോടും താഴ്മയോടും ഭയഭക്തിയോടും കൂടെ നമുക്ക് സ്വീകരിക്കാം. ദൈവത്തിൻ്റെ വചനമാണല്ലോ ഇത്. നമ്മൾ കേൾക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതിനനുസൃതമായി നമ്മുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരം സംഭവിക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു: ദൈവ സന്തതി ആയവൻ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നു. ദൈവസന്തതി അല്ലാത്തവര് ദൈവവചനം കേൾക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്തതിയാണെന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ തക്കവിധം താല്പര്യപൂർവ്വം വചനം സ്വീകരിക്കുക. ഇത്രയും മനോഹരമായ മറ്റൊരു കാര്യവും ലോകത്തിൽ നമുക്ക് പ്രാപിപ്പാൻ ഇല്ല. നമുക്ക് ഇന്ന് ലോകത്തിൽ വളരെ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാജ സുവിശേഷമാണ് പിതാവായ ദൈവവും യേശു ക്രിസ്തുവും ഒരാളാണ് എന്ന് പറയുന്നു. അതൊക്കെ ത്രിത്വ ഉപദേശത്തിൽ നിന്ന് വന്നതാണ്. പിതാവ് തന്നെയാണ് പുത്രനെന്നും പുത്രൻ തന്നെയാണ് പിതാവെന്നും ഇങ്ങനെയുള്ള വ്യാജ പ്രചരണം ലോകത്ത് പടർന്ന് പന്തലിച്ചു കഴിഞ്ഞു. എന്നാൽ അങ്ങനെ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെ അല്ലതാനും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ 26-ാം വാക്യത്തിൽ ഈ സൃഷ്ടികർമ്മത്തിന്റെ 6-ാം ദിവസം ദൈവം പറഞ്ഞത് ഇങ്ങനെയാണ്: നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന് പറഞ്ഞ് ദൈവം ഏകനായിട്ടല്ല ഒരു സൃഷ്ടികർമ്മവും നടത്തുന്നത് എന്ന് തിരുവചനത്തിലുടനീളം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവിടെ പിതാവും പുത്രനും ഉണ്ടായിരുന്നു. മാത്രമല്ല, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന അധ്യായം വരെ എല്ലാ സമയങ്ങളിലും പിതാവായ ദൈവമുണ്ട്, പുത്രനായ യേശുക്രിസ്തു ഉണ്ട്. അത് നമ്മൾ തിരിച്ചറിയുക. ഇത് തിരുവചനത്തിൽ ഇങ്ങനെ വ്യക്തമായി എഴുതിയിരിക്കുമ്പോൾ അതങ്ങനെ അല്ല എന്ന് വെറുതെ നമ്മൾ എന്തിനാണ് വിശ്വസിക്കുന്നത്? അതുകൊണ്ട് യേശുക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ ആദ്യത്തെ സൃഷ്ടിയാണെന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഇത്തിരി വിഷമമാണ്. എന്നാൽ വചനത്തിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ് താനും. യേശുക്രിസ്തുവിൽ അനവധി ദൈവപുത്രന്മാരും ഉണ്ടായിരുന്നു എന്നുള്ളതും സത്യമാണ്. തിരുവനന്തപുരത്തിൽ എഴുതിയിരിക്കുന്നതാണ്. 2-ാം സങ്കീർത്തനത്തിലും ഉണ്ട്, ഹെബ്രായ ലേഖനത്തിലും 1-ാം അധ്യായത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്. പിതാവ് ആദ്യമായി ജനിപ്പിച്ച പുത്രനാണ് യേശുക്രിസ്തു. നമുക്ക് അത് തിരുവനന്തപുരം ഉടനീളം അത് ഉണ്ട്. സ്തോത്രം. നമുക്കത് പിന്നീട് തുറമാനമായിട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇത് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 9-ാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സകല ജാതിയിലും വംശത്തിലും ഗോത്രത്തിലും ഭാഷയിലും നിന്ന് ആർക്കും എണ്ണിക്കൂടാനാവാത്ത വലിയൊരു പുരുഷാരം വെള്ള നിലയെങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ സിംഹാസനത്തിന്റെയും കുഞ്ഞാടിന്റെ അടുക്കൽ നിൽക്കുന്നത് കണ്ടു. രക്ഷ എന്നത് നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം എന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. വലിയ പുരുഷാരം, ആർക്ക് എണ്ണിക്കൂടാനാവാതെ വലിയ പുരുഷാരം. ഇവിടെ കുഞ്ഞാട് എന്ന് വിശേഷിപ്പിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയാണ്. ദൈവം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് പിതാവായ ദൈവത്തെയുമാണ്. പ്രത്യേകം ഓർക്കുക. പുതിയ ദൈവ പുസ്തകത്തിൽ ദൈവം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നതെല്ലാം പിതാവായ ദൈവത്തെക്കുറിച്ചും കർത്താവ് എന്നും രക്ഷിതാവെന്നും യേശുക്രിസ്തുവിനെ കുറിച്ചും മനുഷ്യപുത്രനൊക്കെ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട്, ദൈവപുത്രനൊക്കെ. എന്നാൽ ദൈവം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന പദങ്ങളെല്ലാം പിതാവായ ദൈവമാണ്. പിന്നെ വീണ്ടും തുടർന്ന് സകല ദൂതന്മാരും സിംഹാസനത്തിൻ്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്ന് കവിഴ്ന്നു വീണ് നമ്മുടെ ദൈവത്തിന്
മഹത്വവും ബഹുമാനവും സ്തുതിയും സ്തോത്രവും ശക്തിയും ബലവും എന്നേക്കും ആമേൻ എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ നമസ്കരിച്ചു. അപ്പോ മൂപ്പന്മാരിൽ ഒരാൾ യോഹന്നാനോട് ചോദിച്ചു, വെള്ള നിരയങ്കി ധരിച്ച് നിൽക്കുന്ന ഇവർ ആരാണ്? അവർ എവിടെ നിന്ന് വന്നു? യോഹന്നാൻ മറുപടി പറഞ്ഞു, അത് അങ്ങേക്ക് അറിയാമല്ലോ. അപ്പോൾ അവൻ ഇങ്ങനെ പറഞ്ഞു, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരാണ്. കുഞ്ഞാടിന്റെ രക്തത്തിൽ, കുഞ്ഞാട് എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്, രക്തത്തിൽ അങ്ങനെ അങ്കി അലക്കി വെളുപ്പിച്ചവർ ആകുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ അവന്റെ ആലയത്തിൽ രാപ്പകൽ ദൈവത്തെ ആരാധിക്കും. അവർക്ക് ഇനി വിശക്കുകയില്ല, ദാഹിക്കുകയുമില്ല, വെയിലോ യാതൊരു ചൂടും അവരെ തട്ടുകയില്ല. ദൈവം അവർക്ക് കൂടാരവും ആയിരിക്കും. സിംഹാസനത്തിന്റെ മധ്യമുള്ള കുഞ്ഞാട് അഥവാ കർത്താവായ യേശുക്രിസ്തു അവരെ മേയിച്ച് ജീവജല നീരുറവിലേക്ക് അവരെ നടത്തും. പിതാവായ ദൈവം അവരുടെ എല്ലാവരെയും കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. എത്ര വ്യക്തമായിട്ട് പിതാവായ ദൈവത്തെക്കുറിച്ചും യേശുക്രിസ്തുവിനെ കുറിച്ചും വ്യക്തമായി എഴുതിയിരിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിലാണ്. നമ്മൾ ഇനി അവിടെ നിന്ന് വായിച്ചു കഴിഞ്ഞാൽ വെളിപ്പാട് തീരുന്നിടം വരെ ഈ പിതാവുമുണ്ട് പുത്രനുമുണ്ട്, എല്ലായിടത്തും ഉണ്ട് ഇത്. പിന്നെ എന്തിനാണ് ഈ രണ്ടുപേരെയും രണ്ടായിട്ട് പറയാതെ ഒന്നായിട്ട് പറയുന്നത്? ഓർക്കുക. അപ്പോ നമ്മളെ ഒക്കെയും ദൈവത്തിന്റെ യേശുക്രിസ്തുവിനോട് സദൃശനായ പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ മുൻ നിയമിക്കപ്പെട്ടവരാണ്. ഒരു വാക്യം കൂടെ നമുക്ക് മനസ്സിലാക്കാം. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം. തൻ്റെ പുത്രൻ, അതായത് പിതാവായ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു, തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതൻ ആകേണ്ടതിന് തൻ്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാകുവാൻ ദൈവം അവരെ മുൻ നിയമിച്ചിരിക്കുന്നു. അവിടെ മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ച് തിരസ്കരിച്ചും ഇരിക്കുന്നു. എന്നാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അനേകം സഹോദരന്മാർ ക്രിസ്തുവിന് സദൃശരായി തീരാൻ പിതാവ് മുൻ നിയമിച്ചിരിക്കുന്നു എന്ന് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 29-30 വാക്യങ്ങളുണ്ട്. അവിടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ ശ്രദ്ധാപൂർവം പഠിച്ചാൽ എത്ര ഭാഗ്യം. ശരിയല്ലേ? ഓർക്കുക. അതിന് നമുക്ക് വീണ്ടും ഈ ദൈവവചനം കൃത്യമായി മാത്രം എല്ലാ ദിവസവും സംസാരിക്കും. നമ്മൾ സംശയങ്ങളെല്ലാം സമ്പൂർണ്ണമായി പരിഹരിക്കപ്പെട്ട് ദൈവത്തിന്റെ പുത്രന്മാരായി തീരാൻ, ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ളവരായി തീരാൻ നമുക്ക് ഇടയാകട്ടെ. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.